കേരള സർവകലാശാലയിലെ VC സർക്കാർ പോര് പരിഹരിച്ചെങ്കിലും ഒട്ടേറെ വിഷയങ്ങളും പ്രതിസന്ധികളുമാണ് വിദ്യാർത്ഥികൾ നേരിടുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായതാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷകളിൽ കാര്യവട്ടം ക്യാമ്പസ് നേരിടുന്ന ഇരട്ട നീതി. 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് മാർക്ക് മെച്ചപ്പെടുത്താൻ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഏർപ്പെടുത്താത്തത്. കേരള സർവകലാശാലയിലെ അധികാര തർക്കം വിദ്യാർത്ഥികളെ വലയ്ക്കുകയാണ്. താളം തെറ്റിയ അക്കാദമിക് കലണ്ടറും തുലാസിലാകുന്ന വിദ്യാർത്ഥി ജീവിതങ്ങളും അല്പം പോലും അധികാര കണ്ണുകൾ ഗൗനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നൂതനമായ ആശയമായിരുന്നു 4 വർഷ ഡിഗ്രി കോഴ്സുകൾ. 2023 കേരളത്തിൽ ആദ്യമായി 4 വർഷ കോഴ്സ് തുടങ്ങിയത് കാര്യവട്ടത്തുമാണ്. 16 മേജർ 51 മൈനർ വിഷയങ്ങളിലായി 40 വിദേശ വിദ്യാർത്ഥികളടക്കം 700-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. റീവാലുവേഷൻ, ഉത്തരക്കടലാസ് സൂക്ഷ്മ പരിശോധന എന്നിവ പോലും അടുത്തിടെയാണ് അനുവദിച്ചത്. അഫിലിയേറ്റഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് മെച്ചപ്പെടുത്താനുള്ള ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നുണ്ടെങ്കിലും കാര്യവട്ടത്തെ സർവകലാശാല പഠന ഗവേഷണ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഈ അവസരമില്ല. കുട്ടികൾക്ക് അവരുടെ അക്കാദമികപരമായിട്ടുള്ള മാർക്ക് കുറയുകയാണെങ്കിൽ അവർ സപ്ലിമെൻ്ററി എക്സാം എഴുതേണ്ട സാഹചര്യം മാത്രമാണല്ലോ. ഇപ്പോൾ ഇവിടെ 50 മാർക്കാണ് നമുക്ക് ജയിക്കാനുള്ള മാർക്ക് വേണ്ട. അപ്പോൾ അതിൽ കുറവ് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയെടുക്കാനുള്ള സാഹചര്യം ഇല്ല. അടുത്ത ബാച്ചിനൊപ്പം സെമസ്റ്റർ പരീക്ഷ എഴുതി അത് മാറ്റം മാത്രമാണ് ഇപ്പോൾ നിവർത്തിയുള്ളൂ. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ 4 വർഷ ബിരുദത്തിലും ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സപ്ലിമെൻ്ററി എക്സാം എന്നുള്ള രീതിയിലാണ് കേരള സർവകലാശാല ക്യാമ്പസ് പിന്തുടർന്നു പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഒരേ കോഴ്സ് പഠിക്കുന്നവർക്ക് തുല്യ അവസരം നിഷേധിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ മറ്റ് അഫിലിയേറ്റഡ് കോളേജുകളിൽ പരീക്ഷാ കൺട്രോളറുടെ മേൽനോട്ടത്തിൽ ഇംപ്രൂവ്മെന്റ് അടക്കം നടത്തുന്നുണ്ട്. കാര്യവട്ടത്ത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും പരീക്ഷയും മൂല്യനിർണ്ണയവും നടത്തുന്നതും പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഇവർ തയ്യാറാക്കുന്ന 3 സെറ്റ് ചോദ്യപേപ്പറുകളിൽ ഒന്ന് വകുപ്പ് മേധാവി തിരഞ്ഞെടുക്കും. അതിനാൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിപ്പിന് അധിക ചെലവും ഉണ്ടാവില്ല. എന്നിട്ടും കാര്യവട്ടത്തെ 4 വർഷ ബിരുദത്തിന് ഇതുവരെയും ഇംപ്രൂവ്മെന്റ് പരീക്ഷ വേണമെന്ന കാര്യത്തിൽ സർവകലാശാല തീരുമാനമെടുത്തിട്ടില്ല. ഇംപ്രൂവ്മെന്റ് പരീക്ഷയില്ലാത്തതിനാൽ കാര്യവട്ടത്തെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് മെച്ചപ്പെടുത്താൻ അവസരവുമില്ലാതായി. ഏതെങ്കിലും വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടവർക്ക് അടുത്ത സെമസ്റ്ററിനൊപ്പം വീണ്ടും പരീക്ഷ എഴുതാമെന്ന് മാത്രം. ഇതിനിടെ സപ്ലിമെന്ററി പരീക്ഷയും സമയത്ത് നടത്തുന്നില്ലെന്നാണ് പരാതി. കേരളത്തിലെ പൊതുവെ സർവകലാശാലകൾ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്, സപ്ലിമെന്ററി എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തി പോകാറുള്ളതാണ്. കേരള സർവകലാശാലയ്ക്ക് മാത്രമാണ് അത്തരത്തിലുള്ളൊരു ശ്രമം ഇല്ലാത്തത്. ഇംപ്രൂവ്മെന്റ് ഇല്ലാത്തത് ഗുരുതര പ്രശ്നമാണെന്നും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുമെന്നുമാണ് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മേൽ അറിയിക്കുന്നത്. കേരള സർവകലാശാലയിലെ കുത്തഴിഞ്ഞ സംവിധാനം വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ സ്വപ്നങ്ങളെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. അധികാര തർക്കത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം അടിച്ചു പിരിയുമ്പോൾ നിങ്ങൾ ഈ വിദ്യാർത്ഥികളെ കൂടി കാണണം. അവരുടെ ഭാവി കൂടി ചിന്തിക്കണം. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ, 24. പൊതുജനം കഴുതയല്ല സാർ. സുധീഷ് MN പറയുന്നു, ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന നാടകങ്ങളാണ്. എന്തൊക്കെയായിരുന്നു സർക്കാരും ഗവർണറും 2 തട്ടിൽ VCയെ ആരു നിയമിക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കം സുപ്രീം കോടതി വരെ കയറുന്നു. ഇതിനിടെ മന്ത്രിമാർ ലോക് ഭവനിലേക്ക് എത്തുന്നു. അവർ ചർച്ച നടത്തുന്നു. തീരുമാനങ്ങളാകുന്നില്ല. സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നു. ഇതിനൊക്കെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. ഒടുവിൽ 2 പേരും പറഞ്ഞത് കാര്യങ്ങളെല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കുന്നു. 2 പേർക്കും ഓരോ VCയെ അവരവർ നിർദ്ദേശിച്ചവരെ ലഭിക്കുകയും ചെയ്യുന്നു. ഇനിയെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സർക്കാരും സർവകലാശാലയും ചാൻസലറുമൊക്കെ അല്പം ശ്രദ്ധ പുലർത്തണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.